അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, വ്യതിരിക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും അറിയാം, നാം എല്ലാവരും നിലകൊള്ളുന്നത് മഹാനായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1499 ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുന്ദര വേളയിൽ കരുണത്തിന്റെ പ്രവാചകനുമായി ബന്ധപ്പെട്ട് ഏതാനും ചില വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. മഹാനായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ സ്നേഹിച്ച ഏതാനും ചില നിമിഷങ്ങളിൽ കടന്നു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന പള്ളിയിലെ സഹാബാക്കളുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഇഖ്വാനികളെ കാണാൻ കൊതിക്കുകയാണ് സഹാബാക്കളുടെ ചോദ്യം, അവലൈസ നഹ്നു ഇഖ്വാനാ, അല്ലാഹുവിന്റെ ദൂതരെ, ഞങ്ങളല്ലേ അങ്ങയുടെ ഇഖ്വാനികൾ, അങ്ങ് കാണാൻ കൊതിക്കുന്ന, അങ്ങ് കാണാൻ ആഗ്രഹിക്കുന്ന ഇഖ്വാനികൾ ഞങ്ങളല്ലേ അല്ലാഹുവിന്റെ റസൂലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, അൻതും വസഹാബ്, നിങ്ങൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബകളാണ്. വലാകിൻ ഇഖ്വാനി അല്ലദീന ആമനൂ വലഹും യറൗനി, ഞാൻ കാണാൻ കൊതിക്കുന്ന ഇഖ്വാനികൾ അവരെന്നെ കണ്ടിട്ടില്ല, എന്നെ കാണാതെ എന്നിൽ വിശ്വസിച്ച ഇനി വരാനിരിക്കുന്ന സമൂഹത്തിലെ മുസ്ലിം, ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ടവനാണ് എൻ്റെ ഇഖ്വാനികൾ, അവരെ കാണാൻ കൊതിക്കുകയാണ് സഹാബ എന്ന് പഠിപ്പിച്ച മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എൻ്റെ പ്രിയമുള്ളവരെ, എന്നെ കാണാൻ, നിങ്ങളെ കാണാൻ, നമ്മളെ ഓരോരുത്തരെയും കാണാൻ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. സ്നേഹമായിരുന്നു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനീതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മഹാനായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തത്തിനേക്കാൾ അധികം ഈ പ്രിയപ്പെട്ട ഉമ്മത്തിനെ സ്നേഹിച്ച, മുഅ്മിനീങ്ങളെ ആളുകളോട് അങ്ങേയറ്റം കാരുണ്യം കാണിച്ച കാരുണ്യത്തിന്റെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരിത്രത്തിൽ വായിക്കുവാൻ കഴിയുന്നതാണ്. തൻ്റെ കൂടെയുള്ള സഹോദരന്മാർ, തൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ ഇസ്ലാം സ്വീകരിക്കുന്നില്ല എന്ന് ആലോചിച്ചുകൊണ്ട് സ്വന്തം ജീവൻ നഷ്ടപ്പെടുമാർ പ്രയാസപ്പെട്ട കാരുണ്യത്തിന്റെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖുർആനിൽ പറഞ്ഞു തരുന്നുണ്ടല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാർക്കും അല്ലാഹു തആല ഉത്തരം നൽകുന്ന ഒരു ദുആ തആല നൽകി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലികുല്ലി നബിയ്യിൻ ദഅവാ മുസ്തജാബതൻ യദ്ഉ ബിഹാ, ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാർക്കും ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഏഴാകാശങ്ങൾക്കുപയിലേക്ക് എത്തുമ്പോൾ അല്ലാഹു തആല തടയുകയില്ല. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ആദം നബി അലൈഹിസ്സലാം ആ ദുആ പ്രാർത്ഥിച്ചു, മൂസ നബി അലൈഹിസ്സലാം ആ ദുആ പ്രാർത്ഥിച്ചു. ലോകത്തിലേക്ക് കടന്നു വന്ന 1,20,000-ലധികം വരുന്ന പ്രവാചകന്മാർ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഅരീദു അൻ ഇഖ്തബറഉതി ശഫാഅതൻ ലിഉമ്മതി ഫിൽ ആഖിറ, എൻ്റെ പ്രാർത്ഥന അല്ലാഹു തആല ഉത്തരം നൽകാമെന്ന പ്രാർത്ഥന എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി, നമ്മുടെ ശഫാഅത്തിന് വേണ്ടി, തലയുടെ മുകളിൽ സൂര്യൻ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന ദിവസത്തിൽ വസ്ത്രം ധരിക്കാതെ, ചെരുപ്പ് ധരിക്കാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാതെ എല്ലാവരും വിചാരണയെ കാത്തിരിക്കുന്ന ദിവസത്തിൽ എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി, നമ്മുടെ ശഫാഅത്തിന് വേണ്ടി കാരുണ്യത്തിന്റെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ആൺകുട്ടിയെ ചോദിക്കാമായിരുന്നു, വിശാലമായ സമ്പത്തിനെ ചോദിക്കാമായിരുന്നു, ദുനിയാവിന്റെ സൗകര്യങ്ങൾ ചോദിക്കാമായിരുന്നു. പക്ഷെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത് ഈ ഉമ്മത്തിന്റെ ശഫാഅത്തിന് വേണ്ടിയാണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തെ തിരിച്ചറിയാൻ കഴിയണം. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മൂന്ന് ഗോത്രത്തെ ഉയർത്തി ഭൂമിയടക്കം ആകാശത്തിലേക്ക് ഇറക്കി. ഭൂമിയിലെ ആകാശ ലോകങ്ങളിലെ മലക്കുകൾ, ഭൂമിയിലെ ജീവജാലങ്ങളുടെ ശബ്ദങ്ങൾ, കരച്ചികളെല്ലാം
ആകാശ ലോകങ്ങളിലെ മലക്കുകൾ കേട്ടു. വീണ്ടും ആ ഭൂമിയെ കീഴ്മേൽ തായോട്ട് ഇറക്കി. പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രാത്രി നമസ്കാരങ്ങളിൽ മഹാന അലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, എന്താ പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് നിറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടി നനഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിരിക്കുന്ന മണ്ണ് നനഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത്, അല്ലാഹുവേ എൻ്റെ ഉമ്മത്ത് എന്ന് കരഞ്ഞുകൊണ്ടായിരുന്നു എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഇതൊക്കെ പഠിപ്പിച്ചല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരച്ചിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരച്ചിൽ നഷ്ടപ്പെട്ടു പോയ മക്കളെ കുറിച്ചല്ല, തൻ്റെ കുടുംബത്തെ കുറിച്ചല്ല. കാരണത്തിൻ്റെ പ്രവാചകന്റെ കണ്ണ് കരയിപ്പിച്ചത്, കാരണത്തിൻ്റെ പ്രവാചകന്റെ കണ്ണ് നിറയിപ്പിച്ചത് ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ കഴിയണം. നിർത്തിക്കാൻ പ്രിയമുള്ളവരെ, وما أرسلناك إلا رحمة للعالمين. ലോകയുടെ ജനതയ്ക്ക് മതമുള്ളവനും മതമില്ലാത്തവനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും പാർട്ടികൾക്കുമെല്ലാം ലോകത്തിലെ മുഴുവൻ മനുഷ്യന്മാർക്കും കാരുണ്യത്തിന് ജീവനായി നൽകിയ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ, അടുത്തറിയാൻ, വിമർശനങ്ങളെ വസ്തുനിഷ്ഠമായി പഠിക്കാൻ തയ്യാറാകണമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു തരത്തിലുമുള്ള പോരായ്മകളും കാണാൻ കഴിയില്ല. സഹോദരന്മാരെ, മടച്ചു നിൽക്കാതെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, സ്നേഹിക്കാനും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, ആ പ്രവാചകന്റെ രൂപം പോലെ നമ്മുടെ രൂപം ആയിത്തീരാൻ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, രാവിലെയും വൈകുന്നേരവും 10 വീതം സ്വലാത്ത് ചൊല്ലുവാൻ, ബാങ്കിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുവാൻ സാധിക്കണമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണത്തിന്റെ പ്രവാചകൻ കാരണത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയും സഹാബാക്കളുടെ കൂടെയും അൻബിയാക്കളുടെ കൂടെയും നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.